ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് വെക്ടർ ഫംഗ്ഷൻസിന്റെ ലിമിറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ആയിരുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് ഒരു വെക്ടർ ഫംഗ്ഷൻ തന്നാൽ അതിന്റെ കണ്ടിന്യൂസ് കോൺസെപ്റ്റ് ആണ്, കണ്ടിന്യൂറ്റി ഓഫ് എ വെക്ടർ ഫംഗ്ഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്ക്രൈബ് ചെയ്തത് ആർ ഓഫ് ടി എന്നുള്ള ഒരു വെക്ടർ ഫംഗ്ഷൻ ആണെങ്കിൽ ആർ ഓഫ് ടിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡ്യൂസിംഗ് ദ കോൺസെപ്റ്റ് ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് എ വെക്ടർ ഫംഗ്ഷൻ. അതിന് മുന്നായിട്ട് നമ്മൾ കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ ഓഫ് വൺ വേരിയബിൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി എങ്ങനെയെന്ന് നമുക്ക് ആദ്യം ഒന്ന് പറയാം. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്, ജസ്റ്റ് അതൊന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ്. നമ്മൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് നമ്മൾ മാർക്ക് ചെയ്യാറ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ളതായിരിക്കും. എഫ് എന്നുള്ളത് ഐ സബ്സെറ്റ് ഓഫ് ആർ ടു ആർ ബി എ ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ, അല്ലെങ്കിൽ എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം ഐ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ. നമ്മൾ എക്സ് ആക്സിൽ എക്സ് പോയിന്റ്സും വൈ ആക്സിൽ എഫ് ഓഫ് എക്സിന്റെ പോയിന്റ്സും ആയിട്ട് മാർക്ക് ചെയ്യും. നമ്മൾ ഒരു ഓർഡേർഡ് പെയർ എടുത്തു, എക്സ് കോമ വൈ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് കോമ വൈ ആയിട്ട് മാറും, എഫ് ഓഫ് എക്സ് ആയിട്ട് മാറും. ഇത്തരത്തിൽ എക്സ് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂസ് ഞാൻ മാർക്ക് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കൊരു കർവ് കിട്ടി. ലെറ്റ് ഇറ്റ് സി ബി ദ കർവ് ഗിവൺ ബൈ സി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് കോമ വൈ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. സി എന്നുള്ള കർവ് ഏതാണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് കോമ വൈ ആണ്, സച്ച് ദാറ്റ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇത്തരത്തിലുള്ള പോയിന്റ്സ് എടുത്തു, എക്സിന്റെ വേരിയേഷൻ എവിടുന്നെങ്കിലും കൊടുക്കുക. ഞാൻ എക്സ് എന്നുള്ള നമ്പർ ആയിട്ട് എ ചൂസ് ചെയ്തു. ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എ. വി ഹാവ് ടു ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ, കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ എഫ് അറ്റ് ദി പോയിന്റ് എ. എ എന്നുള്ള പോയിന്റിലെ കണ്ടിന്യൂറ്റി പറയാൻ വേണ്ടിയിട്ട് എ എന്നുള്ള പോയിന്റ് എടുത്തു. എക്സ് കോമ വൈ എന്നുള്ള പോയിന്റ് ആണ് എ ആയിട്ട് മാർക്ക് ചെയ്തത്. അപ്പൊ ഇയാൾ ആരായിട്ട് മാറും? എ കോമ എഫ് ഓഫ് എ ആയിട്ട് മാറും. ഈ പോയിന്റിൽ ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ലിമിറ്റ് എന്നുള്ള കോൺസെപ്റ്റ് പറയും. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അയാൾ എന്തിന് ഈക്വൽ ആവും വേണം? എ എന്നുള്ള പോയിന്റിൽ എഫിന്റെ വാല്യൂവിന് ഈക്വൽ ആവും വേണം. അത്തരം കേസസിലാണ് നമ്മൾ എഫ് ഓഫ് എക്സിന് എഫ് എ എന്നുള്ള പോയിന്റിലേക്ക് എക്സ് അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ച് എഫ് ഓഫ് എക്സിന് എന്തുണ്ട് എന്ന് പറയാം? എ എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ആസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ, then we say that f is continuous at the point x is equal to a. ഈ ഗ്രാഫ് നോക്ക്. ഈ ഗ്രാഫിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്? എക്സ് എയിലേക്ക് അപ്രോച്ച് ചെയ്യാം, ഫ്രം ദി ലെഫ്റ്റ് സൈഡ് അപ്രോച്ച് ചെയ്യാം, ഫ്രം ദി റൈറ്റ് സൈഡ് അപ്രോച്ച് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴും റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴും ലിമിറ്റിന്റെ വാല്യൂ ഈക്വൽ ആണെങ്കിൽ ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ മൈനസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സും ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് പറയാം? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ മൈനസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സും ഈക്വൽ ആണെങ്കിൽ അയാൾ നമ്മൾ ഈക്വൽ ആണ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയും. ഈ ഫംഗ്ഷൻ നോക്കാം. ലെറ്റ് സി ഈസ് ഈക്വൽ ടു ഈ കർവ് തന്ന് ഈ കർവിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് എന്നുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കർവാണ് സി. എ എന്നുള്ള പോയിന്റിലേക്ക് എക്സ് അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ച് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നത്. എഫ് ഓഫ് എക്സ് എ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് ഈ പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. ആൻഡ് റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴും എന്റെ വാല്യൂ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എ റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ച് എ ഇങ്ങനെ കുറഞ്ഞനുസരിച്ച് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ മാറി മാറി ഈ പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. അപ്പൊ എക്സ് എന്റെ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴും റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ പോകുന്നത് ഒരേ പോയിന്റിലേക്കാണ്. ദാറ്റ് മീൻസ് ലെഫ്റ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാളും ഈക്വൽ ആണ്. അതുകൊണ്ട് എന്തായി? അവ ഈക്വൽ ടു ദ ലിമിറ്റ് ഓഫ് ദി ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. ഇനി കണ്ടിന്യൂസ് ആവണമെങ്കിൽ ഈ പോയിന്റ് എ എന്നുള്ള പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ എങ്ങോട്ടാണ് ലിമിറ്റ് അപ്രോച്ച് ചെയ്യുന്നത്? ഈ പോയിന്റിലേക്ക്. ആ പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? എഫ് ഓഫ് എയിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എഫ് ഓഫ് എക്സ് എന്തിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു? എഫ് ഓഫ് എയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. ദെയർഫോർ ദിസ് കർവ് ഈസ് അല്ലെങ്കിൽ ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് ദി പോയിന്റ് എ. ഇനി ഞാൻ ഈ എ എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷന് ജസ്റ്റ് ഒന്ന് മാറ്റി ഡിഫൈൻ ചെയ്യാണ്. ഇയാളാണ് എന്റെ എഫ് ഓഫ് എക്സ് എന്ന് വിചാരിക്കാം. അത് എ എന്നുള്ള പോയിന്റിൽ ഞാൻ ഇങ്ങോട്ട് മാറ്റി ഡിഫൈൻ ചെയ്തു. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ പോയിന്റിലേക്ക്, റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ പോയിന്റിലേക്ക്. ദാറ്റ് മീൻസ് ലെഫ്റ്റ് ലിമിറ്റ് ഉണ്ട്, റൈറ്റ് ലിമിറ്റ് ഉണ്ട്, ഓരോ ഈക്വൽ ആണ്. ദാറ്റ് എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എഫ് ഓഫ് എന്റെ വാല്യൂ എന്താ?
ഇയാളാണ്. ദാറ്റ് മീൻസ് ലിമിറ്റ് ഉണ്ട്, പക്ഷെ അയാൾ എന്തിന് ഈക്വൽ അല്ല? എഫ് ഓഫ് എക്ക് ഈക്വൽ അല്ല. എഫ് ഓഫ് എക്ക് ഈക്വൽ അല്ലെങ്കിൽ എന്തല്ല? കണ്ടിന്യൂസ് അല്ല. അപ്പൊ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് അല്ല എന്നുള്ള രൂപത്തിൽ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഇനി നമുക്ക് വെക്ടർ ഫംഗ്ഷൻസിന്റെ കണ്ടിന്യൂറ്റി ജസ്റ്റ് ഒന്ന് പറയാം. വെക്ടർ ഫംഗ്ഷൻസിന്റെ കണ്ടിന്യൂറ്റിയാണ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയിട്ടുള്ള എഫ് എടുത്താൽ അതിന്റെ കണ്ടിന്യൂറ്റി എന്താന്ന് പറയുക ചെയ്തത്. അത് പറയാനുള്ള കാരണം റിയൽ വാല്യൂഡ് ഫംഗ്ഷന്റെ ടേമിലാണ് നമ്മൾ എന്ത് എക്സ്പ്രസ് ചെയ്യുന്നത്? വെക്ടർ ഫംഗ്ഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ലിമിറ്റ് പറഞ്ഞപ്പോഴും ഞാൻ റിയൽ വാല്യൂഡ് ഫംഗ്ഷന്റെ ലിമിറ്റ് പറഞ്ഞതിന് ശേഷം മാത്രമാണ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ സിംപ്ലി വെക്ടർ ഫംഗ്ഷൻസിന്റെ ലിമിറ്റ് പറഞ്ഞത്. ഞാനൊരു വെക്ടർ ഫംഗ്ഷൻ എടുത്തു ആർ ഓഫ് ടി വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ. വെക്ടർ ഫോമിൽ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. നമുക്ക് ഇതേ സാധനത്തിന് കോമ്പണന്റ് ഫോമിലാക്കുകയാണെങ്കിൽ എഫ് ഓഫ് ടി ജി ഓഫ് ടി എച്ച് ഓഫ് ടി എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ. വാട്ട് അബൌട്ട് എഫ് ജി ആൻഡ് എച്ച്? എഫും ജിയും എച്ചും എന്ത് തരം ഫംഗ്ഷൻസാ? ടി എവിടെ വാരി ചെയ്യുന്നത്? ടി വാരിയസ് ഫ്രം ക്ലോസ്ഡ് എ ബി സബ്സെറ്റ് ഓഫ് ആർ. ടി ആറിലുള്ള നമ്പർ ആണ്. ടി ആറിൽ വാരി ചെയ്യുന്നു. എഫ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ടിയിലാണ് ആക്ട് ചെയ്യുന്നത്. ടി ആറിലുള്ള ആളാണ്. ദാറ്റ് മീൻസ് എഫ് എന്നുള്ളത് എവിടുന്ന് എങ്ങോട്ടുള്ള ഫംഗ്ഷൻ ആണ്? ആർ എന്നുള്ള ഫംഗ്ഷൻ ആണ്. ബിലോങ്സ് ടു എഫ് ഓഫ് ടി. ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എഫ് വാല്യൂ വരുന്നു. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. നമുക്ക് ആറിലുള്ള ഒരാളെ കിട്ടും. ദാറ്റ് മീൻസ് എഫ് ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. എഫ് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. അതേപോലെ ജി മറ്റൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. എച്ച് മറ്റൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എഫ് ജി എച്ച് മൂന്നാൾക്കാരും റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ്. ഓൾറെഡി നമുക്ക് എന്ത് കോൺസെപ്റ്റ് അറിയാം? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിന്റെ ലിമിറ്റ് അറിയാം, കണ്ടിന്യൂറ്റി അറിയാം. റിയൽ വാല്യൂഡ് ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ ആയാൽ മതി എഫിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ. അതേപോലെ ജിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാനും എച്ചിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാനും ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ എക്സ് അല്ല വേരിയബിൾ ആക്കിയത് ടി ആണ്, അതുകൊണ്ട് ഞാൻ മാറ്റുന്നുണ്ട്. ലിമിറ്റ് ടി ടെൻഡിങ് ടു എ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ ആവണം. ലിമിറ്റ് ടി ടെൻഡിങ് ടു എ ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു ജി ഓഫ് എ ആവണം. ലിമിറ്റ് ടി ടെൻഡിങ് ടു എ എച്ച് ഓഫ് ടി ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് എ ആവണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫും കണ്ടിന്യൂസ് ആണ്, ജിയും കണ്ടിന്യൂസ് ആണ്, എച്ചും കണ്ടിന്യൂസ് ആണ്. ആർ ഓഫ് ടി എന്നുള്ളത് എന്തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്? വെക്ടർ ഫംഗ്ഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു വെക്ടർ ഫംഗ്ഷന്റെ ലിമിറ്റ് കോൺസെപ്റ്റ് ഡെഫിനേഷൻ പറഞ്ഞിരുന്നു. എന്തായിരുന്നു? ഒരു വെക്ടർ ഫംഗ്ഷൻ തന്നാല് അയാളുടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അയാളിലെ ഓരോ ആൾക്കാരുടെ ലിമിറ്റും എന്ത് എക്സിസ്റ്റ് ചെയ്യണം? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് കോമ്പോണന്റ് ഫംഗ്ഷൻസിലെ ഓരോ കോമ്പോണൻസ് എഫ് ഓഫ് ടി എന്നുള്ളതും ജി ഓഫ് ടി എന്നുള്ളതും എച്ച് ഓഫ് ടി എന്നുള്ളതും 3 കോമ്പോണൻസ് ആണ്. 3 കോമ്പോണൻസിന്റെയും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഫ് ഓഫ് ടി ജി ഓഫ് ടി എച്ച് ഓഫ് ടി എന്താണെന്ന് പറയും? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ആർ ഓഫ് ടിക്ക് ലിമിറ്റ് എക്സിസ്റ്റ് എന്ന് പറയും. അതേപോലെ തന്നെ നമ്മൾ ഇക്വലന്റ് ആയിട്ട് ഇങ്ങോട്ടൊരു ഡെഫിനിഷൻ പറയാണ്. ലിമിറ്റ് ടി ടെൻഡിങ് ടു എ ആർ ഓഫ് ടി എക്സിസ്റ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലിമിറ്റ് ടി ടെൻഡിങ് ടു എ എഫ് ഓഫ് ടി ലിമിറ്റ് ടി ടെൻഡിങ് ടു എ ജി ഓഫ് ടി ലിമിറ്റ് ടി ടെൻഡിങ് ടു എ എച്ച് ഓഫ് ടി എക്സിസ്റ്റ്. സോറി, നമ്മൾ കണ്ടിന്യൂറ്റി ആണ് പറയുന്നത്. ലിമിറ്റ് ടി ടെൻഡിങ് ടു എ ആർ ഓഫ് ടി ഈസ് കണ്ടിന്യൂസ് അറ്റ് ടി ഈക്വൽ ടു എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് each of the component functions continuous at the point t equal to a. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഡെഫിനിഷൻ പഠിക്കാണ്. ഒരു വെക്ടർ ഫംഗ്ഷൻ തന്നു, ഡെഫിനിഷൻ എഴുതാം. ലെറ്റ് ആർ ബി എ വെക്ടർ ഫംഗ്ഷൻ. ആർ വെക്ടർ ഫംഗ്ഷൻ ആകുമ്പോൾ നമുക്ക് ആറിനെ എങ്ങനെ എഴുതാം? ഈ ഒരു രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നില്ല. ആർ ബി എ വെക്ടർ ഫംഗ്ഷൻ. ആർ വെക്ടർ ഫംഗ്ഷൻ ആയതുകൊണ്ട് ആർ എവിടുന്ന് ഇങ്ങോട്ടുള്ളതാണ്? ഐ എന്ന് ആർ എന്നിലേക്ക്. എൻ എന്താവാം? പ്ലെയിൻ ആവാം, സ്പേസും ആവാം. ആർ ബി എ വെക്ടർ ഫംഗ്ഷൻ, then the vector function R is said to be continuous at A at x is equal to A if 3 conditions എന്തൊക്കെയാണ്? ലിമിറ്റ് t tending to A, ഞാൻ x equal to a ന് പകരം t equal to a പാരാമീട്രിക് ആണ് നമ്മൾ പറയുന്നത്.
ലിമിറ്റ് ടി ടെൻഡിങ് ടു എ ആർ ഓഫ് ടി എക്സിസ്റ്റ്. ലിമിറ്റ് ടി ടെൻഡിങ് ടു എ ആർ ഓഫ് ടി എക്സിസ്റ്റ് ആവാനുള്ള കണ്ടീഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? 3 കോമ്പണന്റ് ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. രണ്ടാമത്തെ ഫംഗ്ഷൻ കണ്ടീഷൻ ആർ ഓഫ് എ ഈസ് ഡിഫൈൻഡ്. മൂന്നാമത്തത് എന്തായിരിക്കണം? ലിമിറ്റ് ടി ടെൻഡിങ് ടു എ ആർ ഓഫ് ടി ഈക്വൽ ടു ആർ ഓഫ് എ. ഈ 3 കണ്ടീഷനും ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ആർ എന്നുള്ള ഫംഗ്ഷന് എ എന്നുള്ള പോയിന്റിൽ എന്താണെന്ന്? കണ്ടിന്യൂസ് ആണ്. ഇക്വലന്റ്ലി ഇതിന്റെ അർത്ഥം എന്താ? ലിമിറ്റ് ടി ടെൻഡിങ് ടു എ ആർ ഓഫ് ടി എക്സിസ്റ്റ്. ഓരോ കോമ്പോണന്റ് ഫംഗ്ഷൻസിന്റെയും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് ലിമിറ്റ് ടി ടെൻഡിങ് ടു എ എഫ് ഓഫ് ടി വേണം, ലിമിറ്റ് ടി ടെൻഡിങ് ടു എ ജി ഓഫ് ടി വേണം, ലിമിറ്റ് ടി ടെൻഡിങ് ടു എ എച്ച് ഓഫ് ടി വേണം. വാട്ട് അബൌട്ട് ആർ ഓഫ് എ? ആർ ഓഫ് എ എന്ന് പറഞ്ഞാൽ ആരായിട്ട് മാറും? ടി ഉള്ളത് കെ ആയിട്ട് മാറും. കോമ്പോണന്റിൽ എഴുതുമ്പോ എഫ് ഓഫ് എ, ജി ഓഫ് എ, എച്ച് ഓഫ് എ വരും. ആർ ഓഫ് എ ഇക്വൽ ടു എഫ് ഓഫ് എ, ജി ഓഫ് എ, എച്ച് ഓഫ് എ. ഈ കണ്ടീഷൻ എന്താ പറയുന്നത്? ആർ ഓഫ് എക്ക് ഈക്വൽ ആയിരിക്കണം ആര്? ലിമിറ്റ് ടി ടെൻഡിങ് ടു എ ആർ ഓഫ് ടി. ലിമിറ്റ് ടി ടെൻഡിങ് ടു എ ആർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻഡിങ് ടു എ ആർ ഓഫ് ടി ഈക്വൽ ടു ഓരോ കോമ്പണന്റിനും ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് ടി ടെൻഡിങ് ടു എ എഫ് ഓഫ് ടി വരും. രണ്ടാമത്തത് ലിമിറ്റ് ടി ടെൻഡിങ് ടു എ ജി ഓഫ് ടി വരും. ലിമിറ്റ് ടി ടെൻഡിങ് ടു എ എച്ച് ഓഫ് ടി വരും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തതാണ്. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ കോമ്പോണൻസിന്റെ ലിമിറ്റ് വാല്യൂറ്റ് ചെയ്താൽ മതി. ഇയാൾക്ക് ഈക്വൽ ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇതിലെ ഓരോ കോമ്പോണൻസുകളും കറസ്പോണ്ടിങ് ഈക്വൽ ആയിരിക്കണം. ഇയാളും ഈക്വൽ ആയിരിക്കണം. ദാറ്റ് മീൻസ് എഫ് കണ്ടിന്യൂസ് ആയിരിക്കണം, ഇയാളും ഈക്വൽ ആയിരിക്കണം, ജി കണ്ടിന്യൂസ് ആയിരിക്കണം, തേർഡ് കോമ്പോണന്റ് ഇയാൾക്ക് ഈക്വൽ ആയിരിക്കണം, എച്ച് കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പൊ ഈ ഡെഫിനിഷനെ നമുക്ക് മാറ്റിയിട്ട് ഡിഫൈൻ ചെയ്യാം. ഇക്വലന്റ്ലി എ വെക്റ്റർ ഫംഗ്ഷൻ ആർ ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് ടി ഈക്വൽ ടു എ if and only if each of the component functions is continuous at that point x is at that point t equal to a. അപ്പോ ഒരു വെക്റ്റർ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് ഒരു പോയിന്റിൽ എന്ന് പറയണമെങ്കിൽ അതിന്റെ എന്ത് കണ്ടിന്യൂസ് ആയാൽ മതി? ഓരോ കോമ്പോണന്റ് ഫംഗ്ഷൻസും എന്തായാൽ മതി? കണ്ടിന്യൂസ് ആയാൽ മതി. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാനൊരു ആർ ഓഫ് ടി എടുക്കാണ്. ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ ടി കോസ് ടി ടി. വെക്ടർ ഫോമിൽ എഴുതാണെങ്കിൽ നമുക്ക് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ പ്ലസ് ടി കെ എഴുതാം. വാട്ട് അബൌട്ട് ദിസ് വെക്ടർ ഫംഗ്ഷൻ? ഇയാളുടെ കണ്ടിന്യൂറ്റി നമുക്ക് ചെക്ക് ചെയ്യണം. ഏതെങ്കിലും ഒരു പോയിന്റിൽ കണ്ടിന്യൂറ്റി പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തറിഞ്ഞാൽ മതി? ആർ ഓഫ് ടിയുടെ കോമ്പോണന്റ് ഫംഗ്ഷൻസിന്റെ കണ്ടിന്യൂറ്റി അറിഞ്ഞാൽ മതി. 3 കോമ്പോണന്റ് ഫംഗ്ഷൻസ് ആണ്, സൈനും കോസും ടിയും. വാട്ട് അബൌട്ട് ദി കണ്ടിന്യൂറ്റി ഓഫ് സൈൻ ടി കോസ് ടി ടി? സൈൻ ടിയുടെ ഗ്രാഫ് വരുന്നത് ഈ ഒരു രൂപത്തിലാണ്, ഇങ്ങോട്ടുണ്ടാവും. കോസ് ടിയുടേത് ഇവിടുന്ന് ഇങ്ങോട്ട് വരും, ഇവിടുന്ന് ഇങ്ങോട്ടുണ്ട്. ആൻഡ് ടിന്റേത് ഈ ഒരു രൂപത്തിൽ എക്സ്പ്രസ് ചെയ്ത് പോകണം. 3 ആൾക്കാരും എന്താണ്? കണ്ടിന്യൂസ് ആണ്. സൈൻ ടി കണ്ടിന്യൂസ് ആണ്, കോസ് ടി കണ്ടിന്യൂസ് ആണ്, ടി കണ്ടിന്യൂസ് ആണ്. ഫോർ എവരി ടി ബിലോങ്സ് ടു ആർ. എല്ലാ റിയൽ നമ്പറിനും സൈനും കോസും ടിയും കണ്ടിന്യൂസ് ആണ്. ദാറ്റ് മീൻസ് ഈച്ച് ഓഫ് ദി കോമ്പോണന്റ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഫോർ എവരി ടി ബിലോങ്സ് ടു ആർ. Therefore, the function r of t is continuous for every t belongs to r. അപ്പൊ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ഒരു വെക്റ്റർ ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് പറയാനുള്ളത്, കണ്ടിന്യൂറ്റി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കോൺസെപ്റ്റ് ആയിട്ട് പറയുന്നത് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ആണ്. ഡിഫറൻഷ്യബിലിറ്റിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ക്ലാസ് 1 ഡിസ്കസ് ചെയ്തതിൽ തേർഡ് പ്രോബ്ലം ഉണ്ടായിരുന്നു. നമ്മളൊരു ഗ്രാഫ് വരക്കാൻ പറഞ്ഞിട്ട് സി എന്നുള്ള കർവ് വരക്കാൻ പറഞ്ഞിട്ട് ആർ ഓഫ് ടി ഇസ് ഇക്വൽ ടു ടി ഐ പ്ലസ് 2t ജെ പ്ലസ് കോസ് ടി നോ സൈൻ ടി നോ അങ്ങനെ എന്തോ വരുന്നത്. നമുക്ക് ആ പ്രോബ്ലം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അത് പല ആൾക്കാരും ഡൗട്ട് പറഞ്ഞിരുന്നു. അപ്പൊ അത് കൃത്യമായിട്ടൊന്നും കൂടി ഡിസ്കസ് ചെയ്തിട്ട് അതിന്റെ പ്ലോട്ടിംഗ് എങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള കാര്യം പറയാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഡിഫറൻഷ്യബിലിറ്റി പറയാം. നമുക്ക് ഇന്ന് ആ എക്സാമ്പിൾ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിലെ ഫസ്റ്റ് ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ നമ്പർ 3.
കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്ക്രൈബ് ചെയ്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ഐ പ്ലസ് 2tj പ്ലസ് കോസ് ടി കെ ക്യാപ്. നമ്മൾ ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ടി എന്നുള്ള നമ്പർ മാറ്റി കൊടുക്കുക. ടി കോസ് ടി വരുന്നതുകൊണ്ട് ടി എന്നുള്ള പോയിന്റ് നമ്മൾ ടി എന്നുള്ളത് ആംഗിൾ ആക്കി കൊടുത്തു. എക്സ് വാല്യൂസിൽ ആരാ വരുന്നത്? എക്സ് ഈസ് ഈക്വൽ ടു ടി, വൈ വാല്യൂസിൽ 2t, z വാല്യൂസിൽ കോസ് ടി. ടി എന്നുള്ള ആംഗിൾ 0 ആക്കി കൊടുക്കുക. അപ്പൊ എക്സ് വാല്യൂ 0, വൈ വാല്യൂ 0, കോസ് 0ന്റെ വാല്യൂ 1 വരും. അടുത്തത് ടി എന്നുള്ള ആംഗിൾ π/2 ആക്കി കൊടുത്തു. എക്സ് വാല്യൂ എന്ത് വരും? π/2 വരും. 2π/2 π വരും. അടുത്തത് കോസ് ടി. കോസ് ടിയുടെ വാല്യൂ കോസ് ഓഫ് π/2 ഈസ് 0. അടുത്തത് പൈ എന്നുള്ള സ്റ്റാൻഡേർഡ് ആംഗിൾ ആക്കി കൊടുത്തു. ഇവിടെ പൈ വരും, ഇവിടെ 2π വരും. കോസ് പൈയുടെ വാല്യൂ -1. നെക്സ്റ്റ് 3π/2, 270 ഡിഗ്രി കൊടുത്തു. 3π/2 വരും. 2tയുടെ വാല്യൂ 3π വരും. കോസ് ഓഫ് 3π/2, കോസിന്റെ ഗ്രാഫ് ഈ ഒരു രൂപത്തിലാണ് പോണത്. π/2 0, π/2 π, 3π/2 0 വരും. നെക്സ്റ്റ് 2π വരുമ്പോ 2π വരും. ഇവിടെ എന്തായിട്ട് മാറും? 4π ആയിട്ട് മാറും. കോസ് 2πയുടെ വാല്യൂ 1. പിന്നീട് കോസിന്റെ വാല്യൂ 2π പീരിയോഡിക് ആയത് പ്രകാരം അത് അങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകും. 1നും -1നും ഇടയിലെ കോസിന്റെ വാല്യൂസ് വരുള്ളൂ. താഴോട്ടും അതേപോലെ 0, -1 എന്നുള്ള പോയിന്റ്സ് വരും. അതിന്റെ ഇടയിലുള്ള പോയിന്റ്സ് π/2 to π വാരി ചെയ്യുന്നതിനനുസരിച്ച് 0ന്റെയും -1ന്റെ ഇടയിൽ വരും. 0 to π/2 വാരി ചെയ്യുന്നതിനനുസരിച്ച് 1ന്റെയും 0ന്റെയും ഇടയിൽ വരും. അപ്പൊ ഈ ഒരു രൂപത്തിലാണ് നമ്മളുടെ പ്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട് എക്സ് വാല്യൂസും വൈ വാല്യൂസും സെഡ് വാല്യൂസും നമുക്ക് കിട്ടിയത്. ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ എക്സ് ആക്സിസ് വരച്ചു, വൈ ആക്സിസും വരച്ചു, സെഡ് ആക്സിസ് ആയിട്ട് ഞാൻ ഈ പോയിന്ററും വെച്ചു. ഈ പെന്നാണ് എന്റെ സെഡ് ആക്സിസ്, മുകളിലേക്കുള്ള സെഡ് ആക്സിസ് എന്ന് കരുതുക. എക്സ് വാല്യൂ 0 ആണ്, വൈ വാല്യൂ 0 ആണ്. then means then that time z value is equal to 1. അപ്പൊ എക്സ് വാല്യൂ 0, വൈ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ എക്സ് വൈ പ്ലെയിനിൽ, അതായത് നമ്മുടെ ബോർഡിൽ 0 വരും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ആക്സിസിൽ ഇതാണ് എന്റെ 1 എന്നുള്ള പോയിന്റർ കരുതുക. ഈ പെന്നിന്റെ പോയിന്റർ ആണ് നമ്മളെ z വാല്യൂ 1 ആയിട്ടുള്ള എടുക്കുക. അങ്ങനെയാണെങ്കിൽ 0, 0, 1 എന്നുള്ള പോയിന്റ് എവിടെ വരും? ഇവിടെ വരും. ഇനി അടുത്തത് എക്സ് വാല്യൂസ് π/2. എക്സിൽ ആംഗിൾ ആണ്, വൈയിലും ആംഗിൾ ആണ്. എക്സ് വാല്യൂ π/2, ഇവിടെ ഒരു π/2 മാർക്ക് ചെയ്യാം. ദെൻ വൈ വാല്യൂ ആരായിട്ട് മാറും? 2π ആയിട്ട് മാറും. എക്സ് വാല്യൂ π/2, വൈ വാല്യൂ 2π. ആ സമയത്ത് z വാല്യൂ എന്താവുന്നുണ്ട്? 0 ആവുന്നുണ്ട്. എക്സ് വാല്യൂ π/2, വൈ വാല്യൂ 2π ആവുന്ന പോയിന്റ് ഇതാണ്. ഇതാണ് നമ്മുടെ എക്സും വൈയും വരുന്ന പോയിന്റ്. ഇനി ഈ ബോർഡില് സെഡത്തെ എല്ലാ പോയിന്റും എന്താണ്? അതായത് എക്സ് വൈ പ്ലെയിനില് z വാല്യൂസ് മൊത്തം എന്താണ്? 0 ആണ്. അപ്പൊ ഇതാണ് z വാല്യൂ 0 ആവുന്ന പോയിന്റ്, എക്സ് വൈ 0. ദാറ്റ് മീൻസ് ഈ പോയിന്റ്, ഈ പെന്നിന്റെ പോയിന്റിനായിരുന്നു നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. π/2 വരെ ടി മാറിയപ്പോഴേക്കും എന്തായിട്ട് മാറി? z വാല്യൂ 0 ആയിട്ട് മാറി. അതായത് 1 നിന്ന് ഡിക്രീസ് ചെയ്ത് 0ലേക്ക് വരുന്നു. 1 നിന്ന് ഡിക്രീസ് ചെയ്ത് 0ലേക്ക് ഈ ഒരു രൂപത്തിൽ ഇങ്ങോട്ട് വരുന്നു. ഞാനൊരു കർവ് ഏകദേശം പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ, നമ്മുടെ പോയിന്റർ 1ലായിരുന്നു. 1 നിന്ന് ഡിക്രീസ് ചെയ്ത് 0ലേക്ക് വരുന്നു. അതായത് നമ്മുടെ കോസ്റ്റിയുടെ ഗ്രാഫ് വരയ്ക്കുന്നു. 0 to π/2 വരയ്ക്കുമ്പോ ഇത്തരത്തിലൊരു സൈക്കിള് വരുന്നുണ്ട്. ആ സൈക്കിള് എവിടെ കിടക്കും? സ്പേസിൽ ഈ ഒരു രൂപത്തിൽ കിടക്കും. ഇനി അടുത്തത് വരുമ്പോ എന്താ വരുന്നത്? ഇവിടുന്ന് 0ന്ന് -1ലേക്ക്, അതായത് നമ്മുടെ ബോർഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് താഴോട്ട് ഇതേ ഒരു സൈക്കിള്, ഈ ഒരു സൈക്കിള് താഴെ കിടക്കും. അപ്പോ നമ്മുടെ ഗ്രാഫ് വരുന്നത് ഇതാണ്. നമ്മുടെ സെഡ് പോയിന്റർ എന്നുണ്ടെങ്കിൽ, നമ്മുടെ സെഡ് പോയിന്റർ ഇയാളാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഡിക്രീസ് ചെയ്ത് ഇവിടുന്ന് ഇങ്ങോട്ടും ഡിക്രീസ് ചെയ്യും. ഇവിടെ -π/2 വരുന്ന ഒരു ആംഗിൾ ഉണ്ടാവും. ആംഗിൾ -π/2 വരുന്ന ഒരു സമയത്ത് ഇപ്പുറത്ത് വരും. ഇവിടെ π/2 വരുമ്പോ ഇപ്പുറത്തും വരും. അപ്പൊ ഈ ഒരു പോയിന്റർ, ഇങ്ങനെ ഒരു കർവ് ഇവിടെ വന്നു. ഇനി അടുത്തത് ഇവിടുന്ന് താഴെ ഒരു കർവും ഇവിടുന്ന് താഴെ ഒരു കർവും ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു രൂപത്തിലാണ് അതിന്റെ ഒരു ജിയോമെട്രി നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അതിന്റെ പ്ലോട്ടിംഗ് നമുക്ക് എങ്ങനെ വരക്കും നോക്കാം.
അതിന് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാന് നമ്മുടെ XY പ്ലെയിൻ ഒന്ന് മാർക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ XY പ്ലെയിന് വരയ്ക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തത്. XY പ്ലെയിൻ ആയിട്ട് ഇയാള് X ആക്സിസും ഇയാള് നമ്മുടെ Y ആക്സിസും നേരെ കുത്തനെയും പ്ലെയിനില് താഴോട്ടും Z ആക്സിസും ഉണ്ട്. ഇനി നിങ്ങൾ നോക്ക്, XY പ്ലെയിനില് നമുക്കൊരു പോയിന്റ്സ് കിട്ടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് Z പോയിന്റ്സ്, അതായത് നമ്മുടെ ഈ റെഡിൽ ഞാൻ ചെരിച്ചു വരയ്ക്കുന്നതാണ് നമ്മുടെ XY പ്ലെയിന്. ആ XY പ്ലെയിനില് X,Y എന്നുള്ള വാല്യൂസ് കിട്ടും. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് Z വാല്യൂ ഫൈൻഡ് ചെയ്താൽ മതി. ഇനി ഈ XY എന്നുള്ള പോയിന്റ്സുകൾ ഈ പ്ലെയിനിൽ എവിടെ കിടക്കും എന്നുള്ളത് നമുക്കൊരു ഹിന്റ് തന്നിക്കണം. X വാല്യൂ എന്താണ്? T. Y വാല്യൂ എന്താണ്? 2T. അപ്പൊ ഇതിമെന്നൊരു റിലേഷൻ കിട്ടും. Y 2T ആണ്, T Xന് ഈക്വൽ ആണ്. അപ്പൊ Y എന്ത് വരും? 2X വരും. അപ്പൊ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആയിട്ട് നമ്മൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ X,Y എന്നുള്ള പോയിന്റ് പ്ലെയിനിൽ വരയ്ക്കാൻ നമുക്ക് സുഖമാണ്. പ്ലെയിനിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടാവും. Y ഈസ് ഈക്വൽ ടു 2X എന്നുള്ള ഒരു ലൈൻ ഏതിൽ പാസ് ചെയ്യുന്നുണ്ട്? XY പ്ലെയിനിൽ പാസ് ചെയ്യുന്നുണ്ട്. ആ Y ഈക്വൽ ടു 2Xലാണ് Xന്റെയും Yന്റെയും പോയിന്റ് വരിക. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് Z പോയിന്റ്സ് ആണ് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. Z പോയിന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? Z പോയിന്റ് ആയിട്ട് വരുന്നത് കോസ്റ്റി ആണ്. കോസ്റ്റി എന്ന് പറഞ്ഞാല് -1നും 1നും ഇടയിൽ വാരി ചെയ്യും. ദാറ്റ് മീൻസ് Z വാല്യൂസ് ഈ ലൈനിന് അലോങ് ആയിട്ട് മുകളിലേക്കും താഴേക്കും എന്ത് വരും? ഈ ഒരു സൈക്കിള് ഏത് ലൈനിന് അറൌണ്ട് ആയിട്ട് വരും? Y ഈസ് ഈക്വൽ ടു 2X എന്നുള്ള ലൈനിന് അറൌണ്ട് ആയിട്ട് വരും. അപ്പൊ Z വാല്യൂ ഇവിടെ നമുക്കൊരു പോയിന്റ് കിട്ടി, 1 കിട്ടി എന്ന് എഴുതാം. Z വാല്യൂ -1 ഉണ്ട്. അപ്പൊ നമുക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ ഗ്രാഫ് എങ്ങനെ പ്ലോട്ട് ചെയ്യാം? ഇതാ, ഇതാണ് നമ്മുടെ Y ഈസ് ഈക്വൽ ടു 2X എന്നുള്ള X ആക്സിലുള്ള പ്ലെയിന്. ആ പ്ലെയിനിൽ എന്ത് ചെയ്യുന്നു? ആ പ്ലെയിനിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉയർന്നും താഴ്ന്നും നമുക്ക് ആരെ പോയിന്റ്സ് കിട്ടുന്നു? Z വാല്യൂസ് കിട്ടുന്നു. Z വാല്യൂസ് എന്ത് വരുന്നുള്ളൂ? 1നും -1നും ഇടയിലാണ്. അതായത് മുകളിലേക്ക് 1ഉം താഴോട്ട് -1ഉം വരും. അതിന്റെ ഇടയിലായിട്ടാണ് ഈ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ഞാൻ ഇവിടെ പ്ലോട്ട് ചെയ്തതും അത് സ്പീഡിൽ പ്ലോട്ട് ചെയ്തപ്പോ അങ്ങനെയായിരുന്നുള്ളൂ. നമ്മളൊരു റഫ് സ്കെച്ച് വെക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ആ രൂപത്തിൽ വരച്ചാൽ മതി. അപ്പൊ ഇയാളാണ് നമ്മളുടെ എന്ത്? R of t. This is the curve. R of t is equal to T I cap 2T J cap cos T cap cap. വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്ന ഹിന്റ് XY പ്ലെയിനിലുള്ള പോയിന്റ്സ് കിട്ടാൻ Xും Yയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. Y is equal to 2X. ആ Y equal to 2X എന്നുള്ള ഒരു ലൈന്, അതായത് നമ്മുടെ ബോർഡിൽ Y is equal to 2X ഇങ്ങനെ ഒരു കോർണർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോർണറിന് അറൌണ്ട് പോയിന്റഡ് ആയിട്ട് Z വാല്യൂസ് മുകളിലേക്കും താഴേക്കും 1നും -1നും ഇടയിൽ ഇങ്ങനെ വേരി ചെയ്യും. ദാറ്റ് മീൻസ് Y is equal to 2X എന്നുള്ള ലൈനിന് അറൌണ്ട് ആയിട്ട് നമുക്ക് കോസിന്റെ കർവ് പ്ലോട്ട് ചെയ്താൽ മതി. സാധാരണ നമ്മൾ XY പ്ലെയിനിൽ കോസിന്റെ കർവ് പ്ലോട്ട് ചെയ്യുന്നത് പോലെ സ്പേസിൽ കോസിന്റെ കർവ് പ്ലോട്ട് ചെയ്യുക. -1നും 1നും ഇടയിൽ വരും. Y is equal to 2X എന്നുള്ള ലൈനിലെല്ലാമായിട്ട്. അപ്പൊ ഈ ഒരു രൂപത്തിലാണ് അതിന്റെ കർവ് വരുന്നത്. ഇതിന്റെ എക്സാക്ട് ഒരു വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പ്ലോട്ടിങ് നമ്മുടെ ജിയോജിബ്ര എന്ന് പറഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ജിയോജിബ്രയിൽ വരച്ചിട്ടുള്ള ഒരു കർവിന്റെ ഒരു പ്ലോട്ടിങ്ങും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും കൂടി കണ്ടിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു രൂപത്തിലാണ് അതിന്റെ കർവ് വരുന്നത്. പല ആൾക്കാരും സംശയം ചോദിച്ചിരുന്നു എങ്ങനെയാണ് അത് പ്ലോട്ട് ചെയ്യാന്നുള്ളത്. പ്ലോട്ട് ചെയ്യാൻ ഇത്രേ ഉള്ളൂ. Y is equal to 2X എന്നുള്ള ലൈന് വരയ്ക്കുക. Y is equal to 2Xന് അറൌണ്ട് ആയിട്ട് Z വാല്യൂസ് നമ്മൾ കൊത്തിനും താഴോട്ടുമായിട്ട് -1നും 1നും ഇടയിൽ വേരി ചെയ്യിപ്പിക്കുന്ന രൂപത്തിൽ വരയ്ക്കുക. അപ്പൊ ഈ ഒരു രൂപത്തിൽ പ്ലോട്ട് ചെയ്താൽ മതി. പോയിന്റ്സ് പല ആൾക്കാർ പോയിന്റ്സ് കൊടുക്കണോ, അതേപോലെ T എന്നുള്ളത് വേരിയബിൾ ആക്കിയിട്ട് എടുത്ത് T X Y Z, അപ്പൊ 4 വേരിയബിൾ ഇല്ലേ? അപ്പൊ 4Dയിലല്ലേ അത് വരക്കേണ്ടി എന്നൊക്കെ ചില ആൾക്കാർ സംശയം ചോദിച്ചിരുന്നു. 4D അല്ല, T എന്നുള്ള വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ Xന്റെയും Yന്റെയും Z വാല്യൂസ് ആണ് കാണുന്നത്. അപ്പൊ XYZ എന്നുള്ള സ്പേസ് തന്നെയാണ് വരക്കാനുള്ളത്. XYZ എന്നുള്ള സ്പേസിൽ ഈ ഒരു രൂപത്തിൽ വരയ്ക്കുക. ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ് ആവുന്നതിന് മുന്നേ ക്ലിയർ ചെയ്യുക. ഈ ഒരു രൂപത്തിൽ നമുക്ക് പ്ലോട്ട് ചെയ്യാം. മറ്റു ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. ഫസ്റ്റും സെക്കൻഡും ഫോർത്ത് ക്വസ്റ്റ്യനും എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പൊ ഇതൊന്ന് കറക്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഡിഫറൻഷ്യബിലിറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ അതിന്റെ മുന്നായിട്ട് നിങ്ങൾ ഈ ഒരു ഫിഗർ കണ്ട് മനസ്സിലാക്കുക. ഞാൻ ജിയോജിബ്രയില്
പ്ലോട്ട് ചെയ്ത ഒരു ഫിഗർ ആണ്. നമ്മൾ വരച്ച ഫിഗർ തന്നെയാണ് ഏകദേശം ആ ഒരു രൂപത്തിൽ. ഞാൻ അതിന്റെ ഒരു വിഷ്വലൈസേഷന് വേണ്ടി കാണിച്ചു തന്നേന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിഫറൻഷ്യബിലിറ്റിയിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.